ദീർഘദർശിയും ദാർശനികനുമായ ജനപ്രതിനിധി. നിയമസഭയ്ക്കകത്തും പുറത്തും തോമസ് ഐസക് തൻ്റെ ധിഷണയും പ്രതിഭയും മാതൃകാപരമാക്കി. മന്ത്രിയായും MLA ആയുമൊക്കെ പാർലമെന്ററി രംഗത്ത് വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള തോമസ് ഐസക്കിൻ്റെ പൊതുപ്രവർത്തനം സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള അപാരമായ അറിവിൻ്റെ സ്പർശമുള്ളതാണ്. ആലപ്പുഴയിലെ നിർമ്മല നഗരം പദ്ധതിയാണ് തോമസ് ഐസക്കിൻ്റെ സമകാലിക പ്രവർത്തനങ്ങളിൽ എടുത്തുകാട്ടാവുന്ന ഒന്ന്. വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണമെന്ന ഭാവനാപൂർണമായ പദ്ധതിയാണ് നിർമ്മല നഗരം. ഒരു മാലിന്യ സംസ്കരണ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി കൈയൊഴിയുന്നതിന് പകരം ആ പദ്ധതി വരും കാലത്തും നിലനിൽക്കും വിധം നാളത്തെ തലമുറയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടത്തി എന്നത് തോമസ് ഐസക്കിൻ്റെ ദീർഘദർശിത്വത്തെ അടിവരയിട്ട് ഉറപ്പിക്കുന്നു. പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല തോമസ് ഐസക് MLAയുടെ പ്രവർത്തനങ്ങൾ. ആലപ്പുഴയിൽ മാലിന്യരംഗത്ത് പരീക്ഷിച്ചു വിജയിച്ച പല രീതികളും തിരുവനന്തപുരത്തേക്കും തോമസ് ഐസക് എത്തിച്ചു. കൃഷിയിലെ കഞ്ഞിക്കുഴി മാതൃകയാണ് തോമസ് ഐസക് ഏറ്റെടുത്ത് നടപ്പാക്കി പ്രചരിപ്പിച്ച മറ്റൊരു ശ്രദ്ധേയ പദ്ധതി. ജൈവ കൃഷിയുടെ മുന്നണി പോരാളിയായി ഐസക് നിലയുറപ്പിച്ചു. എല്ലാ വീടുകളിലും ഓരോ പച്ചക്കറിത്തോട്ടമെന്ന ഹരിതസുന്ദര സ്വപ്നം ഏറെക്കുറെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. തോമസ് ഐസക് വിഭാവനം ചെയ്ത് നടപ്പാക്കിയ ഉറവിട മാലിന്യ സംസ്കരണം പോലെയുള്ള പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമേറ്റെടുത്ത് സംസ്ഥാനമെങ്ങും പ്രചാരണ പരിപാടിയാക്കുന്ന കാഴ്ചയും കേരളം കണ്ടു. തീരദേശ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി തോമസ് ഐസക് ആവിഷ്കരിച്ച പ്രതിഭാതീരം പദ്ധതിയും ശ്രദ്ധേയമായി. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ലക്ഷ്യമിട്ട് ഗ്രന്ഥശാലകളും പഠന ക്ലബ്ബുകളും സ്ഥാപിച്ചതും തോമസ് ഐസക്കിൻ്റെ ജനക്ഷേമ പദ്ധതികളിൽ മികവുറ്റതാണ്. ജനാധിപത്യം, വികസനം, ജനകീയാസൂത്രണം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ നടത്തിയ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തൻ്റെ കർമ്മപഥം രൂപപ്പെടുന്നത് എന്നതിൻ്റെ സാക്ഷ്യങ്ങളായി നിരവധി പുസ്തകങ്ങൾ ഐസക് രചിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വികസന ചരിത്രത്തിൽ നാഴികക്കല്ലായ വികേന്ദ്രീകരണ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന തോമസ് ഐസക് തത്വജ്ഞാനിയായ സാമാജികനാണ്. സാമാജികരിലെ തത്വജ്ഞാനി.